ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 45 ബാലലീല, കൃഷ്ണൻ്റെ കുഞ്ഞുനാളത്തെ കളികൾ, ഭഗവാന്റെ ബാലലീല നമുക്ക് വായിക്കാം. ശ്ലോകം 1. ഐ സബലമുരാരേ പാണിജാനു പ്രചാരൈ കിമപി ഭവന ഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ചാ ശ്രവണകുതുകഭാജൗ ചേരതുച്ചാരുവേഗാൽ. ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ചാ ശ്രവണകുതുകഭാജൗ ചേരതുച്ചാരുവേഗാൽ. ഇവിടെ ഭഗവാനോട്, ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് എന്താ പറയാ? കൃഷ്ണ, ഗുരുവായൂരപ്പ ഭഗവാനെ, അവിടുന്ന് ബലരാമനോടുകൂടി, 2 കുഞ്ഞുങ്ങളും കൂടെ ആണല്ലോ, ജ്യേഷ്ഠനായ ബലരാമനോടും കൂടി കൃഷ്ണൻ എന്ത് ചെയ്തു? മുട്ടുകുത്തി വീടിൻ്റെ ഭാഗങ്ങളിൽ തങ്ങളാൽ അലങ്കരിച്ചു കൊണ്ടും മനോഹരമായ കാൽ ചിലങ്കകളുടെ കിലുക്കും കേൾക്കാനുള്ള കൗതുകം കൊണ്ടും. അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുമ്പോൾ കിലുങ്ങുന്ന സൗണ്ട് കേൾക്കാനും കുഞ്ഞുങ്ങൾക്ക് കൗതുകമുണ്ട്. അപ്പോൾ കിലുക്കി കിലുക്കി ഇങ്ങനെ നടക്കും. അത് പ്രത്യേകം കേൾക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ മനോഹരമായ കാൽ ചിലങ്കകളുടെ കിലുക്കം കേൾക്കാനുള്ള കൗതുകം കൊണ്ടും കാൽത്താരുകൾ, ആ കുഞ്ഞു കാലുകൾ ഇളക്കിക്കൊണ്ട് നടന്നു. ടക്കിട്ടക്കെന്നിങ്ങനെ കുഞ്ഞുങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമായി ചിലങ്കയുടെ. അപ്പോൾ കിലുങ്ങി കിലുങ്ങി അങ്ങനെ കാൽത്താരുകൾ ആ കുഞ്ഞിൻ്റെ കാലുകൾക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കും. എന്തിനാ? മനോഹരമായ ആ കിലുക്കം കേൾക്കാനും പിന്നെ എല്ലായിടവും നടന്ന് മുട്ടുമേലും ഇഴഞ്ഞും എന്തെല്ലാം കാണിക്കാൻ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൗതുകമാണല്ലോ അതെല്ലാം കുഞ്ഞുങ്ങളുടെ. അങ്ങനെ ഗുരുവായൂരപ്പ അങ്ങനെ അവിടെ എല്ലായിടവും കാൽച്ചിലങ്കകൾ കിലുക്കിക്കൊണ്ടിങ്ങനെ എല്ലായിടവും കൗതുകം കൊണ്ടും കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടും അങ്ങനെ ഭഗവാൻ അവിടെ ഇങ്ങനെ നടന്നു ഇളക്കിക്കൊണ്ട് കാൽത്താരുകൾ, അത് കുഞ്ഞു കാലുകളിലേക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി നടന്നു എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഭഗവാനോട് പറയുന്ന. ഗുരുവായൂരപ്പ അവിടുന്ന് കുട്ടിനാളിൽ ഇങ്ങനെ ഭഗവാൻ ബാലലീല, അതായത് കുഞ്ഞുങ്ങളുടെ കളികൾ ഇങ്ങനെ ആയിരുന്നു എന്ന് ഭഗവാനോട് പറയുന്നു ഭട്ടതിരിപ്പാട്. നമുക്ക് 2-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 2. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലകൽ കങ്കണാംഗോ മതി അഹരതമുച്ചൈ പശ്യതാം വിശന്യൂണാം. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലകൽ കങ്കണാംഗോ മതി അഹരതമുച്ചൈ പശ്യതാം വിശന്യൂണാം. ഒന്നുകൂടി വായിക്കാം. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത് കങ്കണാംഗോ മതി അഹരതമുച്ചൈ പശ്യതാം വിശ്വന്യൂണാം. ഇവിടെ മൃദുലമായി പുഞ്ചിരി പൊഴിക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങളിങ്ങനെ പുഞ്ചിരിക്കുമല്ലോ, പല്ലൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്ന സമയത്ത്, മൃദുലമായി പുഞ്ചിരി പൊഴിക്കുന്ന സമയത്ത് തെളിഞ്ഞു കാണുന്ന കുഞ്ഞു പല്ലുകളോടും മുഖത്തേക്ക് പാറുന്ന വാർമുടികളോടും കാണാൻ ചേരുള്ള കാലടികളോടും കൈത്തണ്ടയിൽ നിന്നുണർന്ന് മണികണ്ഠത്തിൽ പറ്റിക്കിടക്കുന്ന കൈവളകളോടും കൂടി നിങ്ങൾ 2 പേരും, രാമനും കൃഷ്ണനും, കാണികളുടെ കണ്ണും കരളും കവർന്നെടുത്തു. അത്രമാത്രം ഭംഗിയായിരുന്നു അന്നത്തെ ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു സമയത്ത് ഭഗവാൻ കൃഷ്ണനും
ബലരാമനും അത്രമാത്രം ശോഭ, എല്ലാവരുടെയും കണ്ണും കരളും എല്ലാം കവർന്നെടുക്കുന്ന ആകർഷണമായിരുന്നു ഈ കുഞ്ഞുങ്ങൾ. അത്രത്തോളം കുഞ്ഞ് പല്ലുകൾ കാട്ടി ഇങ്ങനെ മുഖത്തേക്ക് പാർന്ന വാർമുടികളും കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ നെറ്റിലേക്കൊക്കെ വീണ് കിടക്കുമല്ലോ, അതും പിന്നെയോ കുഞ്ഞു പല്ലുകൾ പുഞ്ചിരിക്കുമ്പോൾ, മൃദുലമായി പുഞ്ചിരിക്കുമ്പോൾ കാണുന്ന കുഞ്ഞു പല്ലുകളും കൈ തണ്ടയിൽ നിന്ന് ഉണർന്ന് മണികണ്ഠത്തിൽ പറ്റിക്കിടക്കുന്ന കൈവളകളോടും കൂടി നിങ്ങൾ രണ്ടുപേരും എല്ലാവർക്കും, രാമനും കൃഷ്ണനും കാണികളുടെ കണ്ണും കരളും കവർന്നെടുത്തു. അത്രമാത്രം സൗന്ദര്യവും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു ഈ കുഞ്ഞുങ്ങൾ. ബാലലീല, കുട്ടികളുടെ കളികൾ, കുട്ടിനാളിലുള്ള ഈ ശീലങ്ങളെല്ലാം എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടമായിരുന്നു. നമുക്ക് 3-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 3. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃത നിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിത വദന പത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവന വിദധാതേ കൗതുകം വാസുദേവ. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃത നിനാദം വ്യാഹസന്തോ ദ്രവന്തോ വലിതവദന പത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവന വിദധാതേ കൗതുകം വാസുദേവ. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃത നിനാദം വ്യാഹസന്തോ ദ്രവന്തോ വലിതവദന പത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവന വിദധാതേ കൗതുകം വാസുദേവ. ഇവിടെ ഭഗവാനെ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് പറയുക, നിങ്ങൾ രണ്ടുപേരും, അത് ബലരാമനും ഭഗവാൻ കൃഷ്ണനും രണ്ടുപേരും മുട്ടുകുത്തി നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ കൗതുകത്തോടെ നിങ്ങളെ പിടിക്കാൻ തുനിയുമ്പോഴാകട്ടെ നിങ്ങൾ എന്തോ ശബ്ദം പുറപ്പെടുവിച്ചും കൊണ്ട് കൂടെ കൂടെ മുഖകമലം തിരിച്ചുകൊണ്ടും മുന്നോട്ട് ദ്രുതഗതിയിൽ പോകുന്ന പോക്ക് ഒന്ന് കാണേണ്ടത് തന്നെ. എടുക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങ് തിരിഞ്ഞ് ഓടിക്കളയും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് കാണികൾക്ക് എത്ര കൗതുകം ഉളവാക്കിയെന്നോ, അത്രമാത്രമാണ്. മുട്ടുകുത്തി നീന്തിക്കൊണ്ടിരിക്കും, ജനങ്ങൾക്ക് കൗതുകം തോന്നിട്ട് ചെന്ന് എടുക്കാനും പിടിക്കാനും തുനിയും. അപ്പോഴാകട്ടെ നിങ്ങൾ എന്തോ ശബ്ദവും പുറപ്പെടുവിച്ചും കൊണ്ടും കൂടെ കൂടെ മുഖകമലം തിരിച്ചുകൊണ്ടും നോക്കും, വരുന്നോ എന്ന് നോക്കും. ജനങ്ങൾ നമ്മൾ എടുക്കാൻ വരുന്നോ എന്ന് തിരിച്ച് നോക്കുകയും ചെയ്യുന്നിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് ദ്രുതഗതിയിൽ പോകുന്ന ആ പോക്കൊന്ന് കാണേണ്ടത് തന്നെ. അത് കാണികൾക്ക് എത്ര കൗതുകം ഉളവാക്കിയെന്നോ. കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ, അവർക്ക് സന്തോഷം മുട്ടുകുത്തി എഴയാനുള്ളതൊക്കെയാണ്. അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് എന്തൊരു ആനന്ദമാണ്. അത് അന്നേരം തന്നെ ചെന്നങ്ങ് എടുക്കാൻ തോന്നും. അപ്പോഴോ എടുക്കാതിരിക്കാൻ വേണ്ടി അവർ തിരിഞ്ഞ് നോക്കും, കൂടെ വരുന്നോ എടുക്കാൻ വരുന്നോ എന്ന്. പെട്ടെന്ന് തന്നെ അവർ തിരിഞ്ഞ് എന്തോ ഒരു ശബ്ദം ഉണ്ടായിക്കൊണ്ട് വെക്കം നടന്ന് ഇഴഞ്ഞ് മാറിക്കളയും. അത് എത്രമാത്രം ആനന്ദകരമായിരിക്കുന്നു എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. ശ്ലോകം 4. ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ ലിപ്തപങ്കൗ ദിവിമുനിഭിർ അപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാക്യുവാം ചുംബിതാച. ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ ലിപ്തപങ്കൗ ദിവിമുനിഭിർ അപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാക്യുവാം ചുംബിതാച. അങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ ആരും എടുക്കാൻ സമ്മതിക്കാതെ കുഞ്ഞുങ്ങൾ തിരിഞ്ഞ് അങ്ങനെ പോകുന്ന പോക്ക് ഒന്ന് കാണേണ്ടത് തന്നെ. അങ്ങനെ കുതിച്ച് മുന്നേറുമ്പോൾ ചിലപ്പോൾ തട്ടിത്തടഞ്ഞ് വീഴുകയും വേഗം പിടഞ്ഞെഴുന്നേൽക്കുകയും അപ്പോൾ ശരീരത്തിൽ അഴുക്ക് പുരളുകയും അത് കണ്ട് ആകാശത്ത് പരിശുദ്ധരായ ഋഷികൾ മന്ദഹാസം പൊഴിക്കുകയും വീഴുന്ന കുഞ്ഞുങ്ങളെ കണ്ട് അമ്മമാർ ഓടി അണഞ്ഞെടുത്ത് തഴുകി തലോടി പുൽകുകയും ചുംബിക്കുകയും ചെയ്തു വന്നു. അമ്മമാർക്ക് അത്രമാത്രം ഒന്ന് വീഴുമ്പം തന്നെ അമ്മമാരുടെ അന്നേരത്തേക്കുള്ള ആ ഓട്ടം, കുഞ്ഞു വീണോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെന്ന് എടുത്ത് തഴുകി തലോടി പുലുകി ചുംബിച്ച് അങ്ങനെയാണ് അമ്മമാർ. ഇതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് ഇങ്ങനെ പറയുന്നു. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.